Hebrews 10:24. ഇബ്രായലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. And let us consider one another to provoke unto love and good works, not forsaking our own assembling together, as the custom of some is, but exhorting one another, and so much the more, as ye see the day drawing nigh. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. In the church of Hebrew, there were some believers forsaking the assembly. എബ്രായ സഭയിലെ ചില വിശ്വാസികൾ അവർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു. Two ways you can forsake the assembly. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സഭായോഗത്തെ ഉപേക്ഷിക്കുവാൻ സാധിക്കും. One, by not attending the church meetings. ആ സഭായോഗത്തിൽ നിങ്ങൾ പങ്കാളിയാകാതെ വരാതെ നിങ്ങൾക്ക് അതിൽ ഉപേക്ഷിക്കാം. Two, physically you can be present, but spiritually you are away from the presence of God. രണ്ടാമത് സഭയെ ഉപേക്ഷിക്കുന്നത് ശരീരത്തിൽ അവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ വേറെയാണ്. So read from the 19th verse. 19-ാമത്തെ വാക്യം മുതൽ വായിക്കാം. Having therefore, brethren, boldness to enter into the holy place by the blood of Jesus. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി. Some people come to the church building and sing some songs and go back. ചില ആൾക്കാർ സഭാ കെട്ടിടത്തിൽ വന്നിട്ട് ചില പാട്ടുകൾ പാടിയിട്ട് മടങ്ങി പോകാറുണ്ട്. Some people ചിലർ will enter heaven, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, see the face of God, ആ ദൈവത്തിന്റെ തിരുമുഖം കാണും, and give him glory കർത്താവിന് മഹത്വം കൊടുക്കും, through the way which Jesus has provided through his blood. യേശു കർത്താവ് തന്റെ ദേഹം എന്ന തിരശ്ശീലയാകുന്ന ആ വഴിയിലൂടെ പിതാവിന്റെ അടുക്കലേക്ക് അവർ That is what here it is written. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. If you come to the church, നിങ്ങൾ സഭയിലേക്ക് വന്നാൽ sing some songs, പാട്ട് പാടിയാൽ, hearing some sermons, ചില പ്രസംഗങ്ങൾ കേട്ടാൽ, it was good, you comment on the sermon, നിങ്ങൾ വന്നത് നല്ല കാര്യമൊക്കെയാണ്. you didn't attend the church service. നിങ്ങൾ ശരിക്കും സഭായോഗത്തിൽ പങ്കാളിയായിട്ടില്ല. Church service happens in heaven. സഭായോഗം നടക്കുന്നത് ഭൂമിയിലല്ല, സ്വർഗ്ഗത്തിലാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. Come there. അവിടെ വരിക. Oh, come, let us adore him. Not in Bethlehem. ബെത്ലഹേമിലല്ല. Lord, come, let us adore him. Are you seeing a new way? നിങ്ങൾ ഒരു പുതുവഴി കാണുന്നുണ്ടോ? Jesus the way. യേശുവാകുന്ന വഴി. Brother Vinod, let us come. വിനോദ് ബ്രദറെ, നമുക്ക് അങ്ങോട്ട് പോകാം. Not to the tomb. ആ കല്ലറയിലേക്കല്ല. Not to the church building. ആ സഭാ കെട്ടിടത്തിലേക്കല്ല. We are going to the holy of holies. നമ്മൾ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് പോകുന്നത്. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him. Christ the Lord. Please don't bring big baggages to heaven. സ്വർഗ്ഗത്തിലേക്ക് ദയവായിട്ട് വലിയ ഭാരമേറിയ കെട്ടുകളൊന്നും ചുമടുകൾ കൊണ്ടുവരരുത്. Baggages of worries and complaints and പരാതിയുടെയും പരിഭവത്തിന്റെയും വലിയ ചുമടുകൾ. put it all at the cross. അതെല്ലാം ക്രൂസിലേക്ക് ഇട്ട് കളയുക. And the way of worship begins from the cross. ആ വഴി, ആരാധനയ്ക്കുള്ള വഴി ആരംഭിക്കുന്നത് ക്രൂസിൽ നിന്നാണ്. ആമേൻ. Put every burden. ആമേൻ. എല്ലാ ഭാരവും ഇട്ട് കളയുക. And you can see a way. അവിടെ നിങ്ങൾക്ക് ഒരു വഴി കാണുവാൻ സാധിക്കും. Amen. Established by Jesus by his blood. തന്റെ രക്തത്താൽ യേശു കർത്താവ് സ്ഥാപിച്ച പുതുവഴി. And tell your wife, tell your husband, come on, let us worship him. നമുക്ക് ആരാധിക്കാം. We are going to heaven. നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോവാം. Oh, വന്നു വാഴ്ത്തി യേശുവേ, വന്നു വാഴ്ത്തി യേശുവേ, വന്നു വാഴ്ത്തി യേശുവേ, യേശു ക്രിസ്തുവേ, വന്നു വാഴ്ത്തി താതനെ, വന്നു വാഴ്ത്തി താതനെ, വന്നു വാഴ്ത്തി താതനെ, യേശുവിലൂടെ. ആരിലൂടെയാ? Through whom? Through Jesus. യേശുവിലൂടെ. And if you are not coming to heaven, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ വരുന്നില്ലെങ്കിൽ, here it is written that you have forsaken the church service. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ സഭായോഗത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. Read. നമുക്ക് വായിക്കാം.
Having therefore, brethren, boldness to enter into the holy place by the blood of Jesus, by the way which he dedicated for us, by the way which he dedicated for us, a new and living way through the veil, that is to say, his flesh. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി. We are not entering a church building. We are entering heaven through a new way, and the name of the way is Jesus ഈ Christ. ആരാധനയിലൂടെ നമ്മൾ ഒരു സഭാ കെട്ടിടത്തിലേക്കല്ല പ്രവേശിക്കുന്നത്, യേശു കർത്താവ് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയിലൂടെ സ്വർഗത്തിലേക്കാണ് It പ്രവേശിക്കുന്നത്. cannot be locked down. അതിനൊരിക്കലും ലോക്ക്ഡൌൺ ഇല്ല, There is no social distancing. അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇല്ല. But you have to sanitize. എന്നാൽ നിങ്ങൾക്ക് ശുദ്ധീകരിക്കണം, സാനിറ്റൈസ് ചെയ്യണം. Okay. How will we will sanitize? എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്? തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനെ നമുക്കുള്ളത് കൊണ്ട്. Okay, there is a sanitizer. സാനിറ്റൈസർ അവിടെ ആ പ്രവേശന കവാടത്തിൽ ഒരു സാനിറ്റൈസർ ഉണ്ട്. And having a great priest over the house of God, let us draw near with a true heart in fullness of faith, having our hearts sprinkled. ആമേൻ. ആമേൻ. Sanitizer. ആമേൻ. Sprinkle. Having our sprinkle from an evil conscience and having our body washed with pure water. ആമേൻ. ആമേൻ. ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തടിക്കപ്പെട്ടവരും. Sanitizer at the door. അതെ, ആ കവാടത്തിൽ തന്നെ സാനിറ്റൈസർ ഉണ്ട്. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. The sanitizer is the blood of Jesus. രക്തമാണ് ആ സാനിറ്റൈസർ. Even believers have problem. വിശ്വാസികൾക്കും പ്രശ്നങ്ങളുണ്ട്. By our thoughts, by our emotions, there are sinful things coming in our lives. നമ്മുടെ ചിന്തകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് പല തെറ്റായ അശുദ്ധമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും നമ്മളിലും വരാറുണ്ട്. Each time you come to the Lord, എന്നാൽ ഓരോ പ്രാവശ്യവും നാം കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ, Lord, കർത്താവേ sanitize me. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, Oh, wash me. എന്നെ ഒന്ന് കഴുകണമേ. I have some grudge to. I was keeping some grudge to others. മറ്റു വ്യക്തികളോട് എനിക്ക് കയ്പുകൾ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. I have the virus of grudge, Lord. ആ കയ്പിന്റെ വൈറസ് ഉണ്ട് എന്റെ. I have the virus of worry, oh Lord. ആ ആകുലങ്ങളുടെ വൈറസ് എനിക്ക്. I need that powerful sanitizer, which is the blood of Jesus Christ. യേശുവിന്റെ രക്തമാകുന്ന ശക്തമായിരിക്കുന്ന സാനിറ്റൈസർ എനിക്ക് വേണം. And it is written that you apply this. Now God is not, the blood is also available for you. ഈ രക്തം നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്, ഇത് നമ്മളാണ് ഇത് ചെയ്യേണ്ടത്. And then wash your body with water. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. That is what is happening now. The water is the word of God. വചനമാകുന്ന ജലത്താൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്താൽ As you ശുദ്ധീകരിക്കപ്പെടും. hear the word of God, ഈ വചനം നാം കേൾക്കുമ്പോൾ our conscience and our flesh is being washed. Not just this body, that is flesh. The old self, old thought pattern is washed. നമ്മുടെ പഴയ ചിന്താരീതിയാകുന്ന ജഡം അതുപോലെ തന്നെ ആ മനസ്സും ഒക്കെ കഴുകപ്പെടുകയാണ്. Amen. ആമേൻ. And now ഇപ്പോൾ let us draw near ഇപ്പോൾ അടുത്ത് ചെല്ലാം. with a true heart and fullness of faith, having our hearts sprinkled from an evil conscience and having our body washed with pure water. Let us hold fast the confession. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക. So there have to be some words on your mouth. നിങ്ങളുടെ വായിൽ ചില വാക്കുകൾ ഉണ്ടാകണം. You don't need a ram, you don't need anything else. ആട്ടുകൊറ്റനെയും കോലാടിനെയും ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. Hold fast your confession. നിങ്ങളുടെ ആ അധരഫലം ഏറ്റുപറച്ചിൽ. Oh, sodra 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 everyone. Ora bala ora ram baram ba 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 or ba 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 ram ba 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 ram ba 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 or bala ba ora ram. Next verse. അടുത്ത വാക്യത്തിൽ hold fast your confession, our hope that it waver not, for he is faithful that promised. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. Amen. ആമേൻ. Amen. ആമേൻ. So if you worship the Lord this way, every promises will be given to you. ഈ
രീതിയിൽ നാം കർത്താവിനെ ആരാധിച്ചാൽ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. Because everything is available in heaven. കാരണം സ്വർഗ്ഗത്തിൽ എല്ലാം ലഭ്യമാണ്. We are searching for the things in the world. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ലോകത്തിൽ And I അന്വേഷിക്കാം. am quarreling with my brother. എന്റെ കൂട്ടുസഹോദരനുമായിട്ട് ഞാൻ Where is my വഴക്കുപിടിക്കും. money? എവിടെയാണ് എന്റെ പണം? What you have done for me? എനിക്ക് വേണ്ടി നീ എന്താ ചെയ്തത്? Search in heaven. സ്വർഗ്ഗത്തിൽ അത് അന്വേഷിക്കുക. The heaven is full of all good things. സ്വർഗ്ഗത്തിൽ എല്ലാ നന്മകളുടെയും നിറവുണ്ട്. During the Sunday worship, ഈ ഞായറാഴ്ച ആരാധനയിൽ get into heaven. സ്വർഗ്ഗത്തിൽ കയറുക. Get your things. നിങ്ങൾക്ക് വേണ്ടതെല്ലാം എടുക്കുക. Amen. 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 Don't worry what will you eat, what will you എന്ത് തിന്നും എന്ത് കുടിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. but seek the kingdom of God. ദൈവരാജ്യത്തെ അന്വേഷിക്കുക. And everything will be followed. എല്ലാം നിങ്ങളെ പിന്തുടരും. Hallelujah. 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 Next verse. അടുത്ത വാക്യം. And not forsaking our own assembling together. നമ്മുടെ കൂടി വരവിനെ ഉപേക്ഷിക്കരുത്. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. if you are just coming to a building, you are forsaking the assembly. വെറും ഒരു സഭ കെട്ടിടത്തിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾ സഭയെ ഉപേക്ഷിക്കുകയാണ്. If you are just singing some songs, ഒരു പാട്ട് പാടുന്നതിലൂടെ you are doing a religious ritual. ഒരു മതകർമ്മം നിങ്ങൾ ചെയ്യുന്നത് പോലെ ഉള്ളൂ. But let us come near by faith. It is written by faith. അവിടെ പറയാണ് വിശ്വാസത്താൽ അടുത്ത് വരിക. Let us come there. അവിടേക്ക് നമുക്ക് ചെല്ലാം. There is no worries. അവിടെ ഒരു ഭാരവും There ചിന്തയില്ല. is only dance. അവിടെ നൃത്തം മാത്രമേ ഉള്ളൂ. Jesus wants to see that smile on your. യേശു കർത്താവ് നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണുവാൻ ആഗ്രഹിക്കുന്നു. If you are in heaven നിങ്ങൾ സ്വർഗ്ഗത്തിലാണെങ്കിൽ and you can, if you are in a prison, നിങ്ങൾ ഒരു ജയിലിലാണെങ്കിൽ പോലും you just praise the Lord this way, കർത്താവിനെ ഈ തരത്തിൽ ഒന്ന് ആരാധിച്ചാൽ and the heaven will come down there, സ്വർഗ്ഗം ആ ജയിലിലേക്ക് ഇറങ്ങി വരും. and all the walls will be broken, എല്ലാ കാരാഗൃഹത്തിന്റെ all the chains will be broken. ചങ്ങലകൾ പൊളിഞ്ഞു പോകും. But we are saying after the deliverance I will worship. നമ്മൾ പറയുന്നത് ഈ ചങ്ങല അഴിഞ്ഞിട്ട് ഞാൻ ആരാധിക്കും. No, അല്ല. make your prison the place of praise, Amen. and it will become heaven. നിങ്ങളുടെ ജയിലറ ഒരു ആരാധനാ സ്ഥലമായി മാറുക. Everyone together സ്വർഗ്ഗമായി once again. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയ